മേരിക്കുട്ടി, തെക്കേതിലെ മാമച്ചന്റെ വീട്ടിലെ വിശേഷം നീ അറിഞ്ഞായിരുന്നോ? മാമച്ചൻ മരിച്ചിട്ട് 41 കഴിഞ്ഞില്ല. അതിനു മുമ്പ് മക്കള് തമ്മിൽ അവകാശ തർക്കം പറഞ്ഞ അടിയായി. ജീവിച്ചിരിക്കുമ്പോ വേണ്ടാമെന്ന് എഴുതി വെച്ചില്ലെങ്കിലത്തെ കുഴപ്പമിതാ. ജോസിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും ഇന്ന് തന്നെ എന്ന് ഞാൻ വിൽപ്പത്രം എഴുതി വെക്കാൻ പോവാ. സിനിമയെന്നും പറഞ്ഞ് ഉള്ള കിടപ്പാടം നഷ്ടപ്പെടുത്തിയവനാ സോളമൻ. അതുകൊണ്ട് ഈ വീട് ജോസിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിനക്ക് 50 സെന്റ് അവിടെ, ബാക്കി പെൺകുട്ടികൾക്ക്. അപ്പം വെറുതെ മണ്ടത്തരൊന്നും കാണിച്ചേക്കല്ലേ. വല്ലയിടത്തുനിന്ന് വന്ന് ഒരുത്തിന്റെ പേരിൽ വീട് എഴുതി വെക്കാൻ പോവാ. അയാൾ ജോസേട്ടനല്ല. ചങ്കൂറ്റുള്ള ഒരുത്തനെ കണ്ടപ്പോ ഞാൻ ചുമ്മാ ജോസേട്ടനാന്ന് കള്ളം പറഞ്ഞ അമ്മച്ചി. അയാൾ ഉടനെ ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അപകടാ. അത് ശരി, വീട് അവന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൻ നിന്റെ ചേട്ടനല്ലാതായി അല്ലേടാ? അയ്യോ, ഞാൻ സത്യമായിട്ട് പറയാ, അമ്മച്ചിയാണ് ജോസേട്ടനല്ല. അപ്പാ, അയാൾ ഒരു ക്രിമിനലാ. ഒരു കൊലക്കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാ. അതാ ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ആ കഥയൊക്കെ ജോസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിനാ അവൻ 7 വർഷം ജയിലിൽ കിടന്നത്. നിനക്കറിയാലോ, അവൻ വന്നേ പിന്നെയാ ഈ വീടൊന്ന് പച്ച പിടിച്ചത്. വന്നു കേറിയിട്ട് ഈ നിമിഷം വരെ അവൻ തൂമ്പ കൈയും താഴെ വെച്ചിട്ടില്ല. ഈ കുടുംബത്തിന് വേണ്ടി കാളയെ പോലെ അവൻ പണിയെടുക്കുന്നത്. അവൻ ചേട്ടനല്ലെന്ന് പറയും. നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? ഇത്രയും നാൾ ഇതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോഴാ അവന് വെളിപാടുണ്ടായത്. ഇവനെ കുഞ്ഞാടിന്റെ മനസ്സൊന്നുമല്ല, കുട്ടിപ്പിശാചിന്റെ മനസ്സാ. അയാൾ എത്ര കുഴപ്പക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാളോ? ചേട്ടാന്ന് പറയടാ. അയാൾ എന്റെ ചേട്ടനല്ല, അല്ല അല്ല. നിങ്ങൾക്ക് ആർക്കും എന്റെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവത്തെ? ശരി, ഇനിയിപ്പോ അവൻ ജോസ് അല്ലെങ്കിൽ പോലും ഞങ്ങൾ അവനെ ജോസ് ആയിട്ട് കണ്ടുപോയി. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഇല്ല. ദേ, ജോസ്മൻ വരുന്നുണ്ട്. അവൻ ഇതൊന്നും അറിയണ്ട. നീ ഉണ്ടാടാ. എന്നാ മോനെ? ഇവിടെ ഒരു മാവ് നിന്നിരുന്നല്ലോ, അതെവിടാ? അത് ഈ ഭാഗത്തായിട്ടാ. ഈ വീട് പുതുതായിട്ട് വെച്ചപ്പോ അത് മുറിച്ചല്ലേ ഈ ചായപ്പിലെ പലകയൊക്കെ അടിച്ചത്. കേട്ടില്ലടാ, ദയവായിട്ടാ ഇപ്പൊ അവനെ കൊണ്ടത് ചോദിപ്പിച്ചത്. ഉള്ളിലൊരു ചെറിയ കളങ്കം പോലും ഉണ്ടാവാതിരിക്കാൻ. പണ്ടങ്ങനെ വല്ല മാങ്ങാണ്ടി പറക്കാൻ വന്നിട്ടുണ്ടോ? നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. നീ ഇനി ജോസിനെ കുറിച്ച് ആരോടെങ്കിലും പുറത്തെന്തെങ്കിലും സംസാരിച്ചു ഞാൻ അറിഞ്ഞാല് ഈ വീടിന്റെ പടിക്ക് പുറത്ത് തോന്നും നീ ആയിരിക്കും. അപ്പ തന്നെയാ. എന്റെ സിസിലി, ലിസമ്മേ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു വിശ്വസിക്കുക. അയാള് ശരിയല്ല. നിങ്ങൾ സൂക്ഷിക്കണം. അയാള് പെൺകുട്ടികളെ ഉപദ്രവിച്ച് കൊല്ലുന്നവനാ, പെണ്ണുപിടിക്കാനാ. വെല്ലേട്ടനെ കുറിച്ച് വെറുതെ അനാവശ്യം ഒന്നും പറയണ്ട. വെല്ലേട്ടൻ പാവാ. ഇവൻ എന്നെ ഭ്രാന്തായോ? അതെ, ഭ്രാന്തായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വാഴില്ല. ഒന്നെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ. ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. അത് ശരി. തണ്ടും തടിയുള്ള എത്ര കാശ് കൊടുക്കാണ്ട് പണിയെടുക്കാൻ കിട്ടിയപ്പോ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി അല്ലേ? നീ ഒന്നിനും കൊള്ളാത്തവനാന്ന് ഞാൻ പറയല. സിനിമയുടെ പേരും പറഞ്ഞ് വീട് വിറ്റ് കളിക്കാൻ നിനക്കറിയാം. കിട്ടാത്തൊരു പെണ്ണിനെ പ്രേമിച്ച് ജീവിതകാലം മുഴുവൻ അതിന്റെ പേര് തല്ലുകൊള്ളാനും നിനക്കറിയാം. സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടാത്തൊരു കാരണം അപ്പം തന്നെയാ. ആ ഇട്ടിച്ച മുതലാളി സ്നേഹിച്ച പെണ്ണിനെ അപ്പൊ തട്ടിയെടുത്തിന്റെ പേരിൽ ദുരിതം അനുഭവിച്ചോണ്ടിരിക്കണം ഞാനാ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ നീ ഇപ്പൊ ഈ ഭൂമി നിൽക്കുന്നത്. ജനിപ്പിച്ച തന്തയുടെ തള്ളയുടെ ബന്ധത്തെ നീ അവഹേളിക്കുന്നു. ഇറങ്ങടാ പടിക്ക് പുറത്ത്. ഇറങ്ങാൻ.